ഹലോ, പഠിച്ച പാഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോ ഹൽവ കണ്ണാളെ സൽവാർ ചെണ്ടാളെ പൽവാള് ദേവൻ ഞാൻ സെൽവാക്ക് ഇല്ലാതെ തൊണ്ടയ്ക്കുള്ളാലെ നിന്നെ കണ്ടാലേ നൊങ്കിൻ തള്ളാലെ വാക്ക് തീർന്നേ നീ അകലെ അകലെ ചരട് മുറിഞ്ഞ പട്ടം ഞാൻ ചുവടെ കറങ്ങി മറന്ന പരിസരം ഇന്നാറടി മണ്ണിൽ കുഴിച്ചു മൂടണോ ഇഷ്ടം ഞാൻ ജനിച്ച മരിച്ച പലവട്ടം പുളിഞ്ചിക്ക ഉറിഞ്ചി ഉറിഞ്ചി കുടിക്കുവാൻ ഉറുമ്പ് ഞാൻ കറങ്ങി നിൽക്കണ് ഓയരയാ മരത്തി വലിഞ്ഞ് കേറണ് ചറുക്കിയാലൂർന്ന് താഴെ വീഴണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ഈ ഒരു പാട്ടാണ്. വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടാണിത്. വിനായക് ശശിമാർ എഴുതിയ പാട്ടാണ്. അപ്പം നമ്മൾ പല സന്ദർഭങ്ങളിലും ലിറിക്സ് ശ്രദ്ധിക്കാറുണ്ട്. ഈ പാട്ടിൻ്റെ ലിറിക്സ് വളരെ തമാശ രൂപത്തിൽ എഴുതിയൊരു സാധനമാണ്. പക്ഷെ എന്നാൽ ഇതിന് ചില വാക്കുകളുടെ അർത്ഥമൊക്കെ ഭയങ്കര രസമാണ്. ചില വാക്കുകളാണെങ്കിൽ അർത്ഥം തന്നെ മനസ്സിലാകത്തില്ല. ഉദാഹരണത്തിന് ഹൽവ കണ്ണാളെ, സൽവാർ ചെണ്ടാളെ, പൽവാള് ദേവൻ ഞാൻ സെൽവാക്കില്ലാതെ. പൽവാ കണ്ണാളെ ഞാൻ പലരോടും ചോദിച്ചു. ഇപ്പം അൽവ പോലിരിക്കുന്ന കണ്ണുള്ളവൾ. ഓക്കെ. സൽവാർ ചെണ്ടാളെ എന്ന് വെച്ചാൽ സൽവാർ ധരിച്ച ഒരു പെൺകുട്ടി എന്ന് ചിലർ പറഞ്ഞു. ചെണ്ടാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുടി എന്നാണ് അർത്ഥം. പിന്നെ പൂച്ചെണ്ടിൻ്റെ ചെണ്ടാൾ, അങ്ങനെ അർത്ഥം പറഞ്ഞവരുണ്ട്. പിന്നെ പൽവാൾ ദേവനാണ് എന്നെ ഏറ്റവും ഓടിച്ചത്. പിന്നെയാണ് മനസ്സിലായത് ഇത് നമ്മുടെ ബാഹുബലിയിലെ പൽവാൾ ദേവൻ. തമിഴിൽ അത് പൽവാൾ ദേവൻ എന്നാണ്. ഫല്ലാല ദേവൻ അങ്ങാണ്ടാണ് അതിൻ്റെ തെലുങ്ക് ഹിന്ദി വേർഷനിലുള്ളത്. മലയാളത്തിലും അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം പൽവാൾ ദേവൻ സെൽവാക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ആശയമുള്ളൊരു വാക്ക്. സെൽവാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൽ തിരഞ്ഞപ്പം, അതായത് നമുക്ക് ഒരാളെ ഇമ്പ്രസ് ചെയ്യിക്കാനുള്ള കഴിവ് അതില്ല. ചിലർ പറഞ്ഞത് സെൽവാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരം കൊടുക്കാനുള്ള കഴിവ്. അപ്പം അങ്ങനെയുള്ള കഴിവില്ലാത്തൊരു ദേവൻ. എങ്ങനെയൊക്കെയാണോ ഈ വരികൾ ഇങ്ങനെ അർത്ഥമൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരിക, ഏത് ആശയമാണോ ഏത് ചിന്തയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒറ്റ ഇതിൽ കേൾക്കാൻ നല്ല രസമുള്ളൊരു സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ അസീൻ, എനിക്ക് അടുത്ത കാലത്ത് ഇറങ്ങിയ ഒട്ടുമിക്ക സിനിമകളിലേക്കാളും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സിജു സണ്ണിയുടെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വൺ വേ ലവ് ട്രാഫിക്കാണ്. പക്ഷെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് എനിക്ക് അവൻ്റെ ഒരു പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്തു. സിനിമ തിയേറ്ററിൽ അധികം അങ്ങോട്ട് ഓടിയതായിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് കണ്ടതിലൊരു നല്ല സറ്റയർ, ഒരുപാട് കാര്യങ്ങൾ, സോഷ്യൽ വിഷയങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച വിഷയം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് നന്ദി.